അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ടക്സിമിലെത്തി. നടന്ന് കഷ്ടപ്പെട്ട് നടന്നെത്തിയപ്പോൾ ഇവിടെ ഒരു മനുഷ്യന് പ്രാവുകൾക്ക് കുറേ തീറ്റ കൊടുക്കുന്നു. 2021 പണി കഴിപ്പിച്ച ടാക്സിം മോസ്കാണ് ഈ കാണുന്നത്. ഇവിടെ ഒരാൾ ചോളം വിൽക്കുന്നുണ്ട്. നമുക്കത് ഒരെണ്ണം മേടിച്ച് കഴിച്ചു നോക്കാം അല്ലേ. ഒന്നുകൂടി ചൂടാക്കുകയാണത്. ഇവിടെ വന്നിങ്ങനെ ഇടുന്നതാണ്. ഇപ്പം മരിയ ചോളമൊക്കെ മേടിച്ച് 40 തുർക്കിഷ് ലിറയാണ് ചോളത്തിന്. വേറൊരു സാധനം കൂടി അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മരിയക്ക് അലർജി ഉള്ളതാണോ അല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങളത് കബാബില്ല. കബാബായിരുന്നു അല്ല, കബാബ് എഴുതി. പക്ഷേ ये badana kebab, meat boy, iskender, doner, chicken grill, chicken curry, pizza, pide, hummus, aubergine, spicy salad, lentil soup. ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയേക്കുന്നത്. തൊട്ട് പുറകിലൊക്കെ പെട്ടികളൊക്കെ വിൽക്കുന്ന കടകൾ നമുക്ക് കാണാം. അതുപോലെ ഐസ്ക്രീമും അവിടെ തന്നെ വിൽക്കുന്നുണ്ട്. തുർക്കിഷ് ഐസ്ക്രീം ഒന്നുമല്ല, നോർമൽ ഐസ്ക്രീമാണെന്ന് തോന്നുന്നു. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി അല്ല, വളരെ നല്ല ലൈവ് ആകുന്ന ഏരിയ ആണിത്. ഞങ്ങൾ വന്ന സ്ഥലം സമയം ശരിയല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരെ ഇപ്പം കാണാത്തത്. ഇപ്പം സമയം ഏകദേശം 2:52. ഉച്ചക്കത്തെ കഴിച്ചിട്ടില്ല, അത് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. അധികം ദൂരമൊന്നുമില്ലെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ പെട്ടുപോയി ഗൈസ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം വിശന്നിട്ട് വയ്യായിരുന്നു. ഏതൊക്കെയോ വ്ളോഗേഴ്സിൻ്റെ വ്ളോഗും കണ്ട് ഇവിടുന്ന് ഷവർമയൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടില്ല. ഇനിയിപ്പോൾ റമദാനായിട്ടാണോ എന്നറിയില്ല. പുറത്തൊന്നും ഫുഡിൻ്റേതായിട്ടുള്ള അനക്കവും ബഹളവും ഒന്നും കാണുന്നില്ല. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ എല്ലാം അവർ അടച്ചിട്ടേക്കാണ് മിക്കതും. അപ്പോൾ ഞങ്ങളെ വിളിച്ച് കയറ്റിയ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ കയറി. അത് മാത്രമേ ഇവിടെ തുറന്ന് കിടപ്പുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഞങ്ങൾ മാത്രമേ ഈ റെസ്റ്റോറൻറ്റിലുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവർ പോയി. എനിവേ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു ചിക്കൻ ഗ്രിൽ ഫോർ മരിയ, മട്ടൻ ഫോർ മീ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വന്നു കഴിഞ്ഞിട്ട് സാധനത്തിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഏതാണോ അത് മരിയ കഴിക്കും. ടേസ്റ്റ് ഇല്ലാത്ത സാധനം ഞാൻ കഴിക്കണം. അങ്ങനെയാണല്ലോ ആസ് യൂഷ്വൽ. അതുകൊണ്ട് അത് ഇന്നലെ മാത്രമേ ആൾക്കാരുള്ളൂ. ഇപ്രാവശ്യം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ. എനിവേ അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ തരത്തില്ല. എൻ്റെ മട്ടൻ ഞാൻ മരിയയ്ക്ക് കൊടുത്തില്ല. കിട്ടില്ല. അപ്പം ഇന്ന് ഓർഡർ ചെയ്യുന്നത് മരിയ ഓർഡർ ചെയ്താൽ മരിയ കഴിക്കും, അമ്മ ഓർഡർ ചെയ്താൽ അമ്മ കഴിക്കും. എൻ്റെ ഫുഡ് വന്നിരിക്കുകയാണ്. അതുപോലെ മരിയയുടെ ഫുഡും വന്നിരിക്കുകയാണ്. താങ്ക് യു. എൻ്റെ ഫുഡ് നമ്മൾ കഴിച്ചു നോക്കാം കേട്ടോ. എനിക്കിന്നത്തെ ഈ ഫുഡ് കണ്ടിട്ട് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ അതിനെക്കാട്ടിലും മജാ ഗൈസ്. വേണ്ട നമ്മൾ അതാണോ അതാണോ എൻ്റെ ഫുഡ് എനിക്ക് തരുമോ? അത് പിന്നെ ഇപ്പോൾ തരും, തന്നെ കഴിച്ചോളാം. അമ്മേനെ മേടിച്ച് ഞാൻ അമ്മേനെ കഴിക്കണം. അമ്മ അല്ല സത്യം പറയണം, എനിക്കിഷ്ടപ്പെട്ടില്ല അത്. കഴിച്ചേക്കാണ്. കാരണം ഇന്നലെ മട്ടൻ നല്ല സൂപ്പറായിരുന്നു. ആകെ ഒരു സമാധാനമുള്ളത് റൈസ് കഴിക്കാം. അതാണ് സമാധാനമുള്ളത്. അതുകൊണ്ട് ആ റൈസ് ഞാൻ കഴിച്ച് തൃപ്തിപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? അതിനകത്ത് കുറച്ച് എനിക്ക് തരേണ്ടി വരുവേ. പിന്നെ ഇപ്പം തരും. Eva, Viren, hopp! Eva!
Virin! Hup! ഫാം പോലെ ഒരു സംഭവമുണ്ട്. അതിനകത്ത് ആൾക്കാർ കയറി ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ടാക്സി സ്ക്വയറിൽ നിന്ന് ഞങ്ങൾ ഗ്രാൻഡ് ബസാറിലേക്ക് യാത്രയാവുകയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ടാക്സിം സ്ക്വയറിൻ്റെ പോകേണ്ടിയിരുന്ന സ്ഥലം ശരിക്കും മനസ്സിലായത്. നമ്മൾ അത്രയും നേരം പോയിക്കൊണ്ടിരുന്നത് കറങ്ങിക്കൊണ്ടിരുന്നത് വേറെ സ്ഥലത്തായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരുന്നു. ഈ ഷവർമയുടെ ഷോപ്പുകൾ മൊത്തം ഇപ്പുറത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഗോൾഡൻ ഹോൺ എന്നറിയപ്പെടുന്ന ഒരു തടാകത്തിൻ്റെ മുകളിൽ കൂടിയാണ്. ഈ തടാകത്തിന് ഗോൾഡൻ ഹോൺ എന്നുള്ള പേര് കിട്ടിയത് മറ്റൊന്നും കൊണ്ടല്ല, സൂര്യാസ്തമയ സമയത്ത് സൂര്യപ്രകാശം തട്ടി ഈ തടാകത്തിൻ്റെ വെള്ളം മുഴുവനും ഗോൾഡൻ കളറിൽ തിളങ്ങും. അങ്ങനെയാണ് ആ പേര് വീണ് കിട്ടിയത്. ഗോൾഡൻ ഹോൺ ബോസ്ഫോറസ് റിവറിൽ ചെന്നുപെട്ടതിന് ശേഷം അവിടെ നിന്ന് മർമറ കടലിലേക്കാണ് പോകുന്നത്. നമ്മുടെ എതിർദിശയിൽ കാണുന്ന ഈ പാലം മെട്രോ ട്രെയിനുകൾ പോകുവാനായി ഗോൾഡൻ ഹോൺ റിവറിൻ്റെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ പാലവും തടാകവും ഒക്കെ കാണുവാനായിട്ട് ഗോൾഡൻ ഹോണിൻ്റെ അവിടെ തന്നെ ഒരു സ്റ്റേഷനുണ്ട്. മെട്രോ ട്രെയിനിൽ വരുന്നവർക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങി ഈ തടാകത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം വീണ്ടും കയറിപ്പോകാം. 1570കളിൽ പണി കഴിപ്പിച്ച കിലിക്കലി പാഷ മോസ്കാണ് അങ്ങ് ദൂരെയായിട്ട് കാണുന്നത്. ഇനി നമ്മൾ ഇസ്താംബുൾ ഗ്രാൻഡ് ബസാറിലേക്ക് കയറി. ഇവിടെ മിഠായിത്തെരുവിൻ്റെ വേറൊരു വേർഷൻ. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കുള്ള ഏരിയയാണ്. ഒരുപാട് ഡ്രസ്സുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പക്ഷെ ഇതെല്ലാം കൂടി മേടിച്ചുകൊണ്ട് പോകാനുള്ള ഏത് ഷൂസ്? ഇത് നൈക്കിയൊന്നും അല്ല മോനെ, ഇതൊക്കെ ഡ്യൂപ്പാണ്, എല്ലാം കോപ്പിയാണ്. എല്ലാത്തിൻ്റെ കോപ്പി. Yes, madam, you wanna shoes? Good price. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് തുർക്കിയിലാണെന്നേ ഉള്ളൂ, അത് നമ്മുടെ സ്വന്തം കോഴിക്കോട്. അതാണ് വ്യത്യാസം. ഏത് ഷൂസ്? ഞാൻ മരിയെ ഒരു ടെക്നിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിയയ്ക്ക് ഇവിടെ നൈക്കയുടെ പോലത്തെ ഷൂസ് വേണമെന്ന്, നൈക്കയുടെ പോലത്തെ കോപ്പി ഷൂസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുത്തെ എല്ലാ കടകളിലും കയറി അതിൻ്റെ വില ചോദിച്ചു നോക്കാം, എന്നിട്ട് ഏറ്റവും റേറ്റ് കുറവുള്ളിടത്തുനിന്ന് മേടിക്കാൻ. ആദ്യം കണ്ട കടയിൽ എത്രയും വരിക പറഞ്ഞു? 850. അത് രണ്ടാമത് കണ്ട കടയിൽ സെയിം സാധനം 550. അടുത്ത തൊട്ടപ്പുറത്തെ കടയിൽ അതിന് പറഞ്ഞ റേറ്റ് 650. ഇനി ഒരു ഷോപ്പും കൂടി ഉണ്ട്, അതിവിടെ ചോദിച്ചു നോക്കാം. നീ ഒന്ന് ചോദിച്ചു നോക്കിക്ക് എത്രയാണ്. ഇതാണ് ഷൂസ്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും കുറവ് പറഞ്ഞ ഷോറൂമിൽ കയറിയേക്കാണ്. 550 പറഞ്ഞത്. 550 ഇതൊക്കെ മേടിക്കാൻ വേണ്ടി. ടൂറിസ്റ്റുകൾ കൂടുതൽ ചെല്ലുന്ന ഏരിയയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് എന്തെങ്കിലും മേടിച്ച റേറ്റ് കൂടുതലാകുമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ മാഗ്നറ്റൊക്കെ മേടിച്ചത്. ആ മേടിച്ച മാഗ്നറ്റ് അല്ലാത്ത സ്ഥലത്തുനിന്ന് ഒരു മാഗ്നറ്റിന് 65 തുർക്കിഷ് ലിറ കൊടുത്തിട്ടാണ് മേടിച്ചത്. അതേ സാധനം ഈ ഏരിയ വന്നപ്പം 25.
ചെയ്യുന്ന മുഴുവൻ അബദ്ധങ്ങളാണ്, അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ഇവിടുത്തെ ട്രാമാണ് ഈ കാണുന്നത്. അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോസ്ഫോറസ് റിവർ കാണാം. നമ്മളിപ്പം പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വണ്ടികളൊന്നും പോവില്ല, അതിനുവേണ്ടിയാണ് അവർ ആ ഒരു കല്ലിട്ടിരിക്കുന്നത്. താഴേക്ക് ഞങ്ങൾക്ക് നടക്കുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്നൊരു വലിയ കുന്നിറങ്ങി അങ്ങനെ മൗണ്ട് എവറസ്റ്റ് പോലത്തെ ഒരു സ്ഥലമൊക്കെ ഇറങ്ങി ഒരു കടൽ കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന വരവാണ്. ഇതുവരെ കടലെത്തിയിട്ടില്ല, ഞങ്ങൾ നടപ്പോട് നടപ്പാണ്. ഇതൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് വേറൊരു വൈബായിരിക്കും ഈ സ്ഥലത്തിനൊക്കെ. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല. ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് മര്യാദയ്ക്ക് നടന്ന് ക്ഷീണിച്ചതിൻ്റെ എല്ലാ ദേഷ്യവും കാണിക്കുന്നുണ്ട് നമുക്ക്. എന്നാലും കടൽ എവിടെ പോയി? ഇവിടെ ഉണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട്. സീഗൾസ്. ഗുഡ്. കുപ്പിയൊക്കെ പെയിൻറ്റ് ചെയ്തതാണ്. അത് രാത്രി ആകുമ്പോഴത്തേക്കും ഫുള്ള് ഇതാവും, ഫുൾ കളർഫുള്ളായിട്ടുള്ള ലൈറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കടൽ കണ്ട് അവിടെ എത്താൻ വേണ്ടി ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഏകദേശം 1/4 മണിക്കൂർ നടന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു റോഡിലെത്തിയത്. റോഡ് കടക്കാനുള്ള ബ്രിഡ്ജിൽ കയറിയിരിക്കുകയാണ് ഞങ്ങൾ. ഇതിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു കടൽ ആണെന്ന് തോന്നുന്നു കാണാം. ഞങ്ങൾ ഏതോ ഒരു കടലിൻ്റെയോ പുഴയുടെയോ എന്തിൻ്റെയോ അരികിൽ വന്നിരിക്കുകയാണ്. ഇല്ല, എന്നാൽ പുഴയല്ല. ഗൂഗിൾ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ബോസ്ഫോറസ് റിവർ സൈഡിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. വളരെയധികം നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ഉബറിന് വേണ്ടി നോക്കിയിട്ടും ഞങ്ങൾക്ക് ഒരു വണ്ടി പോലും കിട്ടിയില്ല. അവസാനം ഹോട്ടലിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് തീരുമാനിച്ചു. Today, full police. Election finished, right? Election no finish. Meeting Okay. before election. Okay. Today near 25,000 police today. Okay. തുർക്കിയിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. അതിന് തൊട്ട് മുൻപുള്ള അവസാനവട്ട ക്യാമ്പയിനാണ് ഇന്ന് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് നേരം ഉബറിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടാതിരുന്നത്. 25,000-ലധികം പോലീസുകാരാണ് ഇന്ന് ഇസ്താംബുൾ നഗരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴിവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അതുപ്രകാരം ഹോട്ടലിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. സമ്മേളനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോസ്ഫോറസ് റിവറും അതിന് ചുറ്റുപാടുകളും കാണാം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വരും വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്.